ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും JJ വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ട റോസ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 മുട്ടയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്, പുഴുങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് 2 മിനിറ്റ് നമുക്കിതിലൊന്ന് ഇട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ചൂടായൊക്കെ വന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ 2 മിനിറ്റ് ഇങ്ങനെ ആക്കിയെടുക്കുക. ഞാൻ ഈ പുഴുങ്ങിയ മുട്ട ഇങ്ങനെ അതിൻ്റെ അരിയൊക്കെ എല്ലാ ഭാഗവും ഒന്നും കീറി കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് അതിൽ മസാല പിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 മിനിറ്റ് നമ്മളിങ്ങനെ സെറ്റാക്കി എടുക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ മതി, ഒരുപാട് ഇതാവണ്ട. ഇനി ചെറുതായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിൽ കടുകൊക്കെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതിന് ആവശ്യമുള്ള കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ വറ്റൽമുളക് ചെറുതായിട്ട് കീറിയത് ഇട്ട് കൊടുക്കാം. കടുകും ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് എൻ്റെ ചെറുതായിട്ട് പച്ചമണം മാറി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 4 ചെറിയ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഇതിനകത്തൊന്ന് ചെറുതായിട്ട് പച്ചമണമൊക്കെ മാറി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു വലിയ സവോളയാണ്, വലിയ സവോള അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. നമ്മുടെ സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയാണ് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ചെറിയ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നിങ്ങൾ പേസ്റ്റ് ആക്കി എടുത്താൽ മതി. അത് ചേർത്ത് ഇതിനകത്ത് ഇളക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. എപ്പോഴും വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാവുള്ളൂ. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ്സാണ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കണം, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇതിൽ കിടന്ന് വഴന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് സംഭവം വന്നിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മതി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ തക്കാളിയുടെ പുളിപ്പും അതുപോലെ തന്നെ അല്ലാതെ ഉപ്പും എല്ലാം കൂടി ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് ഇളക്കി നല്ല സെറ്റായിട്ട് കുറുക്കി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇതിലേക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ അടിപൊളിയാണ്.
അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കണേക്കാളും നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, അടിപൊളിയാണ്. നമ്മുടെ സൂപ്പർ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാനൊക്കെ ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. കാണാൻ അടിപൊളിയാണ്, രുചിയും അടിപൊളിയായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. അതായത് ഈ മുട്ടയൊക്കെ ഇങ്ങനെ നമ്മൾ കീറിയൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് ഇതിലേക്ക് കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കിത് സെർവ് ചെയ്ത് തുടങ്ങാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാനും അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി രുചിയാണ്. അപ്പോൾ ഈ ടേസ്റ്റിൽ കിട്ടാൻ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിനി ഇത് ഒരു എന്താ പറയണം, ഒരു പൊറോട്ടയുടെ അതുപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. അപ്പോൾ അതെ, സെറ്റായിട്ട് മുട്ട റോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ.